ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു യാത്രാ വ്ളോഗാണ്. ഫാമിലി വിസിറ്റിംഗ് വിസയുടെ ഭാഗമായിട്ട് റീ എൻട്രിക്കായിട്ട് ഞങ്ങൾ ബഹറിനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് സൗദിയിലുള്ള ഫാമിലികൾക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബസ്സിലാണ് ഇന്ന് ഞങ്ങൾ ബഹറിനിലേക്ക് പോകുന്നത്. ഒരു 10ഓളം ഫാമിലികൾ അടങ്ങിയിട്ടുള്ള ഒരു യാത്രയാണിത്. അതിൽ ഒരു ഫാമിലി ഒഴികെ ബാക്കി എല്ലാ ഫാമിലികളും മലയാളികളാണ്. ഈ യാത്രയിലെ എല്ലാ വിവരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാണ്ട് ബഹറിൻ എക്സിറ്റ് വരെ നമ്മൾ ഈ ബസ്സിലല്ല കേട്ടോ പോകുന്നത്. ആ കാര്യങ്ങളും ഞാൻ വഴിയെ പറയാം. ഇതൊരു മലയാളി ട്രാവൽസ് ആണ്. ഇവർക്ക് ബത്തേൽ ഓഫീസുണ്ട്, അതുപോലെ വേറെ എവിടേക്കോ ഓഫീസുകളുണ്ട്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. അവരുമായിട്ട് നമ്മൾ വാട്സപ്പിലാണ് കോൺടാക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും അയച്ചു കൊടുക്കും. അതുപോലെ വിസയുടെ കോപ്പിയും അയച്ചു കൊടുക്കും. ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇവരാണ് റെഡിയാക്കുന്നത്. ബഹ്റിൻ വിസയൊക്കെ റെഡിയാക്കി ഈ ബസ്സിലെത്തി ഈ സമയത്താണ് നമുക്ക് നമ്മുടെ വിസയൊക്കെ കയ്യിൽ തരുന്നത്. എല്ലാ കാര്യങ്ങളും അവർ റെഡിയാക്കും. ബത്തേന്ന് ബഹ്റിനിലേക്ക് 5 മണിക്കൂർ യാത്രയാണുള്ളത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ 4 മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ ബദിയെന്ന് പോകുന്നതാണ്. 4:30 ആകുമ്പോൾ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് അവിടുന്ന് അരമണിക്കൂർ യാത്രയാണ് ഉള്ളത്. 4:30 എത്തിയിട്ടുള്ളത്. എന്നാലും എല്ലാവരും എത്തി എല്ലാം റെഡി ആയപ്പോഴേക്കും 5:30 ആയിട്ടുണ്ട്. 5:30ക്കാണ് ഇവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ടത്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി 1100 റിയാലാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിസ. ഇവർ ഇപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് വിസ എല്ലാവരുടെ കയ്യിലും കൊടുക്കുകയാണ്. പിന്നെ ക്യാഷ് അപ്പോഴാണ് കളക്ട് ചെയ്യുന്നത്. കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ പിന്നെ ഫുള്ള് മരുഭൂമിയായിരുന്നു കേട്ടോ. ഈ സ്ഥലങ്ങളൊന്നും ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഈ സ്ഥലങ്ങളുടെ പേരൊന്നും അറിയില്ല. കുറേ മരുഭൂമിയായിരുന്നു. പിന്നെ ദമാമിലൊക്കെ എത്താവുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് ഓരോ ബിൽഡിങ്സൊക്കെ കാണാൻ തുടങ്ങിയത്. ബാക്കി ഫുള്ള് മരുഭൂമി ഒട്ടകമൊക്കെ ആയിരുന്നു. പിന്നെ അതൊരു 7:30 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നിർത്തിയിട്ടുണ്ട്. അതുപോലെ വാഷ്റൂമിൽ പോകാനുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു വീണ്ടും യാത്ര തുടങ്ങി.
അപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബഹ്റിൻ എക്സിറ്റിലേക്ക് നമ്മൾ ബസ്സിലല്ല പോകുന്നത്. അപ്പം നമ്മൾ ദമാമിലൊക്കെ എത്തിയപ്പോൾ സൗദി ചെക്ക് പോസ്റ്റിൻ്റെ മുന്നേ ആയിട്ട് ബസ് ഒരു സൈഡാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ബഹ്റിൻ വിസ എടുത്ത ആളുകൾ മാത്രം വേറെ കാറിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. 2 കാറായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ വന്നവർ അവിടെ തന്നെ നിൽക്കും, ദമാമിലെ നിൽക്കുള്ളൂ. അവർക്ക് വിസ ഇല്ലാത്തതുകൊണ്ട്, ബഹ്റിൻ വിസ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഇതാണ് സൗദി ചെക്ക് പോസ്റ്റ്. അവിടെ നമ്മുടെ പാസ്പോർട്ടൊക്കെ, ഈ ഡ്രൈവർ മലയാളിയാണ്, പാസ്പോർട്ടും അതുപോലെ നമ്മുടെ വിസയൊക്കെ അയാൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ അയാൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ബഹ്റിൻ പാലം. അപ്പോൾ ഈ പാലം കടന്നു കഴിഞ്ഞാലാണ് നമ്മൾ ബഹ്റിൻ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നത്. നമ്മൾ ബഹ്റിൻ്റെ അകത്തേക്കല്ല, ബഹ്റിൻ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് ബഹ്റിൻ ചെക്ക് പോസ്റ്റുകളും അതുപോലെ ബഹ്റിൻ കസ്റ്റംസുകളുമാണ്. ഇവിടെ ഒരുപാട് ചെക്ക് പോസ്റ്റുകളുണ്ട്. അതുകൊണ്ട് ആ ചെക്ക് പോസ്റ്റിലൊക്കെ നമ്മൾ പാസ്പോർട്ട് വിസയും നൽകണം. എന്നിട്ട് അവർ നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേര് വിളിച്ചിട്ട് നമ്മുടെ ഫേസൊക്കെ നോക്കി നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് അവർ വാല്യൂ ചെയ്യുന്നത്. അതുപോലെ കസ്റ്റംസിൽ അവർ നമ്മുടെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യും. ബഹ്റിനിൽ എക്സിറ്റായി വരുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ അവർ സീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ നമ്മുടെ ഡേറ്റ് മാറിയിട്ടുണ്ടാവും, റീ എൻട്രി. അങ്ങനെ ബഹ്റിൻ ചെക്ക് പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ് പിന്നെ യു ടേൺ എടുത്ത് നമ്മൾ വീണ്ടും പോരുകയാണ്. അല്ലാത്തവർക്ക് വേണമെങ്കിൽ അവിടെ 2 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തിട്ട് അവിടെ എല്ലാ സ്ഥലങ്ങളും കണ്ടൊക്കെ പോരാവുന്നതാണ്, നമുക്ക് വിസ ഉണ്ടായതുകൊണ്ട്. പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണ പ്രവാസികൾ യു ടേൺ എടുത്തിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുക. പിന്നെ നമ്മുടെ കൂടെ വന്ന ആളുകളൊക്കെ ഇവിടെ ദമാമിലുണ്ട്. അവർ ഒരു ലുലുവിലാണുള്ളത്. അപ്പോൾ അവരെ നമ്മൾ കണ്ട് അതുപോലെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു 1.5 മണിക്കൂർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ലുലുവിലൊക്കെ പോയിട്ട് വാഷ്റൂമിൽ പോകാനും അതുപോലെ പർച്ചേസിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറേ ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ പറ്റിയ ഒരുപാട് സ്പേസ് ഉണ്ട്. കടൽ തീരൊക്കെ ആയതുകൊണ്ട് ചൂടും കുറവാണ്, വെയിലും അധികം ഇല്ല. പിന്നെ ഒരുപാട് ലേറ്റ് ആക്കാണ്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോന്നു. അതായത് 2:30 ആയപ്പോൾ തന്നെ വീണ്ടും
ബത്തേരിലേക്ക് പോരുകയാണ്. കാരണം ഒരുപാട് ദൂരം ഉണ്ടല്ലോ, 5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്താൽ നമ്മൾ വീട്ടിലെത്താൻ ലേറ്റ് ആവും. അങ്ങനെ യാത്ര പുറപ്പെട്ടു. യാത്രയിലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് മനസ്സിനൊരു കുളിർമയേകുന്ന ഒരു ക്ഷീണമില്ലാത്തൊരു നല്ലൊരു യാത്രയായിരുന്നു അത്. അങ്ങനെ ഒരു 8:30 ആയപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.